സർക്കാർ അംഗീകാരമുള്ള സേവനദാതാക്കളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയുമായി വടകര നഗരസഭ. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി NK ഹരീഷ് അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സർക്കാർ അംഗീകാരമുള്ള സേവനദാതാക്കളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയുമായി വടകര നഗരസഭ. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി NK ഹരീഷ് അറിയിച്ചു. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സ്ക്വാഡ് പരിശോധന നടത്തി. വ്യക്തിഗതമായി മാത്രം ഉപയോഗിക്കാവുന്ന സിറ്റിസൺ ലോഗിനുകൾ ഉപയോഗിച്ചാണ് പലരും ഓൺലൈൻ സേവനങ്ങൾ നൽകിയിരുന്നത്. ഈ ഡിസ്ട്രിക്ട് സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ നൽകാവൂ എന്ന ഉത്തരവ് നിലവിലുണ്ടായിട്ടും അത്തരം സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായാണ് നടപടി. സ്ക്വാഡിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രവീൺ TC, സിയാദെ, അസീസ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിന P എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.